Okay. Okay. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവരും? Okay. Somebody. ആരോ ജോയിൻ ചെയ്തു. ഓക്കെ, ഞാൻ എന്തായാലും തുടങ്ങുകയാണ്. ബാക്കി ജോയിൻ ചെയ്തവരാ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫോട്ടോവോൾട്ടായിക് കൺവേർഷൻ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു അത്? നമ്മളുടെ സണ്ണിൽ നിന്ന് വരുന്ന ഫോട്ടോൺസിനെ എങ്ങനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതാണ് ഫോട്ടോവോൾട്ടായിക് കൺവേർഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? പിന്നെ നമ്മൾ different types of photovoltaic cell എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിലിക്കൺ ബേസ്ഡ് PN ജംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഒന്നും കൂടി അതിലെന്താണ് പറഞ്ഞതെന്ന് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. സോ നമ്മൾ എടുത്തത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, PN ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമ്മൾ കണ്ടു. പിന്നെ PN ജംഗ്ഷൻ അണ്ടർ ഡാർക്കും അതേപോലെ അണ്ടർ ഇലുമിനേഷനും എങ്ങനെയായിരിക്കും, അതിൻ്റെ കറണ്ട് വേഴ്സസ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ PN ജംഗ്ഷൻ അണ്ടർ ഡാർക്ക് ആയിരുന്നു നമ്മളുടെ ഒരു ഇക്വേഷനൊക്കെ, അതായത് എക്സ്പോണൻഷ്യലി കറണ്ട് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഇക്വേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് PN ജംഗ്ഷൻ അണ്ടർ ഡാർക്ക് കണ്ടീഷനിലാണ്. ബട്ട് അണ്ടർ ഇലുമിനേഷനിൽ നമുക്കൊരു ഇലുമിനേഷൻ കറണ്ട് ഉണ്ടാകും. പിന്നെ എങ്ങനെയാണ് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നു, പിന്നെ ആ ഇലക്ട്രോൺ ഹോൾ പെയർ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. PN ജംഗ്ഷൻ അണ്ടർ ഇലുമിനേഷനിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് എപ്പോഴും ഇപ്പോൾ 100% കൺവേർഷൻ ആയിരിക്കില്ല ഉണ്ടാകുന്നത്. നമുക്ക് എപ്പോഴും പല ലോസസും സോളാർ സെല്ലിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് റീകോമ്പിനേഷൻ ലോസസ് ആണ്. അതായത് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ ഓൾവേസ് കറണ്ട് തരണം എന്നില്ല, അതിന് റീകമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ എന്താണെന്ന് പഠിച്ചു. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്ലൈഡിൽ റിഫ്ലക്റ്റീവ് ലോസസ് എന്താണെന്നും അതേപോലെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ സോ ഫാർ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഈസ് how electricity is produced in a PN junction based solar cell. Okay, so in today's class and tomorrow's class what we are discussing is organic photovoltaic cell ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഓർഗാനിക് ഫോട്ടോവോൾട്ടൈക് സെല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനിങ് ലെയർ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കുള്ളൂ. അപ്പോൾ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സോളാർ സെല്ലിൽ എന്തായിരുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡ്യൂസ് ചെയ്തത് ഒരു PN ജംഗ്ഷൻ ആയിരുന്നു. ഒരു സെമി കണ്ടക്ടർ ബേസ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തു, ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കി, അതാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറിയത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഓർഗാനിക് ഫോട്ടോവോൾട്ടൈക് സെൽ, our functioning layer will be an organic compound. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കുള്ളൂ നമ്മളുടെ സണ്ണിൽ നിന്ന് വരുന്ന ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോളാർ സെല്ലിൻ്റെ ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ as I said, in an organic photovoltaic cell the absorbing layer will be an organic semiconductor. ഒരു ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കുള്ളൂ
അവിടെ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടറോ പി എൻ ജംഗ്ഷനോ ആയിരിക്കില്ല ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു മോളിക്യൂളോ അല്ലെങ്കിൽ ഒരു പോളിമർ ബേസ്ഡ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഡൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറോ ആയിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ആ മോളിക്യൂൾ എന്തായിരിക്കണം, നമ്മളുടെ കറണ്ട് ചാർജിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പം മോസ്റ്റ്ലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ +1 +2 പഠിച്ചിട്ടുണ്ടാകും, എന്താണ് ഹൈലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള, അതായത് ആൾട്ടർനേറ്റീവ് സിംഗിൾ ഡബിൾ ബോണ്ട് ഉള്ള സ്ട്രക്ചർ, അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ട്രക്ചർ ആയിരിക്കും. അതായത് ചാർജിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയ മോളിക്യൂൾസ്. എല്ലാ മോളിക്യൂൾസും നമുക്ക് ഒരിക്കലും പി എൻ ജംഗ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ മോളിക്യൂൾസിന് അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു പി എൻ ജംഗ്ഷൻ അല്ല, സോളാർ സെല്ലിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ പഠിക്കാം. So before going to that, we will just discuss about what are the advantages in using organic photovoltaic cell rather than a PN junction based solar cell. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മോളിക്യൂൾസ് ആണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിനെ നമുക്ക് കമ്പയർഡ് ടു സിലിക്കൺ അല്ലെങ്കിൽ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെല്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ത്, ഓർഗാനിക് മോളിക്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെൽസ് എന്ന് പറയുന്നത്. അതേപോലെ സിന്തസിസും അത് കുറച്ചും കൂടി ഫീസിബിൾ ആണ്. പിന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമുക്ക് അതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഓർഗാനിക് മോളിക്യൂൾസിൽ മോഡിഫിക്കേഷൻ വരുത്തി പല പ്രോപ്പർട്ടീസും ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കുള്ളൂ. ഓക്കെ, സോ അതായത് ഇലക്ട്രോണിക് ട്യൂണബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കുള്ളൂ. എന്തിന്, നമ്മുടെ ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെല്ലിലേക്ക് വരുന്നത്. ഓക്കെ, അല്ലാണ്ട് പി എൻ ജംഗ്ഷനിൽ കമ്പയർഡ് ടു പി എൻ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസിൽ നമുക്ക് പല ചേഞ്ചസ് വരുത്തിയിട്ട് പല എക്സ്പെരിമെൻറ്റ്സും ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അതിൻ്റെ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നതും, ഈ സോളാർ സെല്ലിൻ്റെ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നതും കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കുറച്ച് എഫിഷ്യൻസി കമ്പയർഡ് ടു പി എൻ ജംഗ്ഷൻ കുറവായിരിക്കുള്ളൂ. കാരണം അവിടെ എന്താണ്, റീകോമ്പിനേഷൻ, കുറച്ച് സർഫേസ് റീകോമ്പിനേഷൻ കൂടുതൽ വരുന്നത് ഈ ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെൽസിലാണ്. ബട്ട് ആ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മാറ്റി നിർത്തിയാൽ അതിൽ കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ മാർക്കറ്റിങ്ങിലേക്ക് എന്താണ് പോകുമ്പോൾ അവിടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അതൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെൽ എന്ന് പറയുന്നത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ എന്താണ് ഓർഗാനിക് ഒരു ഫോട്ടോവോൾട്ടായിക് സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതെങ്ങനെയാണ് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള പി എൻ ജംഗ്ഷൻ സോളാർ സെല്ലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്നാണ് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഓർഗാനിക് ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പി എൻ ജംഗ്ഷന് പകരം ഇവിടെ ഒരു ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. സോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു പി എൻ ജംഗ്ഷനിൽ സിലിക്കൺ ബേസ്ഡ് സെമി കണ്ടക്ടർ ആണ്. ഇവിടെ എന്താണ്, ഒരു മോളിക്യൂളാണ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ ബാൻഡ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് കണ്ടക്ഷൻ ബാൻഡ്, എന്താണ് വാലൻസ് ബാൻഡ്, ഫെർമി ലെവല്, അങ്ങനെയൊക്കെ എനർജി ബാൻഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, സോ ഫോട്ടോൺസ് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ അബ്സോർബ് ചെയ്തു. എന്നിട്ട് നമ്മളുടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്തു. And we can create an electron hole pair over there. But in case of an organic molecule, there is nothing like a valence band or a conduction band. Okay, so where we have a HOMO instead of a valence band and a LUMO instead of a conduction band. Okay, so HOMO LUMO എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലേ ഹോമോ എന്താണ്, ലൂമോ എന്താണെന്ന്? ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്യുലർ ഓർബിറ്റൽ, ലോവസ്റ്റ് അൺഓക്യുപ്പൈഡ് മോളിക്യുലർ ഓർബിറ്റൽ.
നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഹോമോ എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അത് നമ്മളുടെ സെമി കണ്ടക്ടറിലെ വാലൻസ് ബാൻഡിന്റെ അനലോഗസ് ആയിട്ട് നമുക്ക് പറയാം. അതായത് മോളിക്യൂൾസിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബാൻഡ് സ്ട്രക്ചർ ആയിരിക്കില്ല വരുന്നത്. എനർജി ലെവൽസ് ബാൻഡ് സ്ട്രക്ചർ ആയിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആയിരിക്കുള്ളൂ കാണാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണ്, ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഹയസ്റ്റ് ലെവൽ ഏതാണോ അതാണ് ഹോമോ, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ലെവൽ. അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്നതാണ് ലൂമോ, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ as I said, the active layer will be an organic molecule in an organic photovoltaic cell. So once the photon hits, or once the photon gets absorbed by the organic layer, then the electron from a HOMO will jump into the LUMO. Okay, so ഇവിടെ HOMO എന്ന് എഴുതിയിരിക്കുന്ന നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യേണ്ട. സപ്പോസ് ഇഫ് ദിസ് വാസ് ദ HOMO, മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ റെഡ് കളറിലെ സ്ക്വയർ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇവിടെ ഇതാണ് നമ്മുടെ ഹോമോ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലെവൽ ഈസ് ലൂമോ. സോ ഫോട്ടോൺസ് വരുന്നു. സോ ഫോട്ടോൺസ് ഇസ് നത്തിങ് ബട്ട് ആൻ എനർജി പാക്കറ്റ്. സോ ഇഫ് ദ photon energy is equal to the gap between HOMO and LUMO, or if it is excess also, then ആ ഫോട്ടോൺസ് വിൽ ബി എന്താണ്, ആ ഫോട്ടോൺസ് ഈ ആക്റ്റീവ് ലെയർ അബ്സോർബ് ചെയ്യും. സോ ഇഫ് എ ഫോട്ടോൺ ഗെറ്റ് അബ്സോർബ്ഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രോൺ ഹോൾ പെയർ. അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇലക്ട്രോൺ വിൽ ബി ദെയർ ഇൻ ദ ലൂമോ ആൻഡ് ഹോൾ വിൽ ബി ദെയർ ഇൻ ദ ഹോമോ. ഓക്കെ, സോ ഇവിടുത്തെ ഒരു ഡിഫറൻസ് നമ്മൾ കണ്ടു. ഇൻസ്റ്റെഡ് ഓഫ് ബാൻഡ് സ്ട്രക്ചർ ഇൻ ആൻ ഓർഗാനിക് മോളിക്യൂൾ we have discrete energy levels and frontier molecular orbitals എന്ന് പറയുന്ന ഹോമോ ആൻഡ് ലൂമോ ആണ് നമ്മൾക്ക് കുറച്ചും കൂടി കൺസിഡർ ചെയ്യാനുള്ളത്. And when a photon is absorbed, we will get an electron hole pair in our active layer as well. But what is the difference compared to a PN junction based solar cell എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോൺ ഹോൾ പെയറിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ കമ്പയർഡ് ടു ഒരു പി എൻ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ബേസ്ഡ് മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പെയറിനേക്കാളും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്കലി അട്രാക്ട് ചെയ്തിരിക്കുന്നതാണ് കുറച്ചും കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് നമ്മളുടെ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അതായത് സെമി കണ്ടക്ടറിൻ്റെ പെർമിറ്റിവിറ്റിയും അതേപോലെ ഈ ഓർഗാനിക് മോളിക്യൂളിൻ്റെ പെർമിറ്റിവിറ്റി, അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ഓർഗാനിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഹോൾ പെയറിൻ്റെ അട്രാക്ഷൻ ഫുള്ളി അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഫുള്ളി റേസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓൾവേസ് ദർ വിൽ ബി ആൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹോൾ ആൻഡ് ദ ഇലക്ട്രോൺ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ അബ്സോർബിങ് ദ ഫോട്ടോൺസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക്കലി അട്രാക്ട് ചെയ്തിരിക്കുന്ന, ഇലക്ട്രോസ്റ്റാറ്റിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള ഈ ഇലക്ട്രോൺ ഹോൾ പെയറിനെ പറയുന്ന വേറൊരു പേരാണ് എക്സൈറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഡിഫറൻസ് പറഞ്ഞു, ബാൻഡിന് പകരം ഹോമോ ലൂമോ ആണ്. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക്കലി കപ്പിൾഡ്. സോ വി കോൾ ഇറ്റ് as by another name which is known as excitons. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സൈറ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബട്ട് നമുക്ക് നമ്മളുടെ എയിം എന്താണ്, ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെയും ഹോളിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകണം, ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. കമ്പൈൻ ചെയ്താൽ അത് റീകോമ്പിനേഷൻ ആകും. സോ വാട്ട് എവർ എനർജി ഗെറ്റ് അബ്സോർബ്ഡ് വിൽ ബി ലോസ്റ്റ് എന്താണ് അത് റീകമ്പൈൻ ചെയ്യുകയാണെങ്കിൽ. ബട്ട് ആർ എയിം ഈസ് ടു സെപ്പറേറ്റ് ദിസ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ പെയർ. ഈ ഇലക്ട്രോൺ ഹോൾ പെയറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണം. അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ മോളിക്യൂളിൻ്റെ അടുത്ത് തന്നെ വേറൊരു എൻറ്റിറ്റി ഉണ്ടാകും. ആ എൻറ്റിറ്റിക്ക് ഒരു ഹോമോ ലെവലോ ഒരു ലൂമോ ലെവലോ ഉണ്ടാകും.
ആ ലൂമോ, അതായത് അവിടുത്തെ അതിൻ്റെ എനർജി ലെവൽസിലേക്ക് ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഇവിടെ ഈ ഒരു എന്താ റെഡ് കളർ റെക്റ്റാങ്കിളിലെ എന്താണ് ഉണ്ടായിട്ടുള്ള ഇലക്ട്രോണ് ഹോള് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇഫ് ദർ ഇസ് അനദർ എനർജി ലെവൽ വിച്ച് ഇസ് ക്ലോസ് ടു ദിസ് ലൂമോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസിന് നേരെ ഇങ്ങോട്ട്, അതായത് ഇലക്ട്രോൺസ് ഓൾവേസ് എന്താണ് ലോവർ എനർജി ലെവൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ തൊട്ടടുത്തൊരു ലൂമോ ലെവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസ് ആ ലെവലിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു 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 ഫെസിലിറ്റേറ്റ്, ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു അനദർ ലെയർ നമ്മളുടെ മോളിക്യുലാർ ലെയറിന്റെ അപ്പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോണിനെയും ഹോൾ പെയറിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അടുത്തതിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ലൂമോയിൽ നിന്ന് വേറൊരു എൻറ്റിറ്റി ഉണ്ട് വേർ ദർ ഇസ് എ അവൈലബിൾ electronic level. So this electron which is produced over here will jump into this region and whatever hole which is produced will go into the other region. Okay, അപ്പോൾ അങ്ങനെ ഒരു ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു സ്കീമാറ്റിക്സ് ആണ്. എന്താണ് ഒരു കാഥോഡ്, 2 ഇലക്ട്രോഡ്സ് വേണം നമുക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തായിരിക്കും ഉണ്ടാകുക, നമ്മുടെ ഫോട്ടോ ആറ്റൈൽ ലെയർ. അത് നമ്മളുടെ ഏതെങ്കിലും ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആയിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. കമ്പയർ ടു പി എൻ ജംഗ്ഷൻ, ഒരു ഓർഗാനിക് മോളിക്യൂളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതായത് ഇനി ഒരു എന്താണ് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ഞാനൊന്ന് എന്താണ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് അബ്സോർപ്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ലീഡിങ് ടു എക്സൈറ്റോൺ ജനറേഷൻ. അതായത് നമ്മളുടെ ഓർഗാനിക് സെമി കണ്ടക്ടർ ലെയറിൽ വരുന്ന ഫോട്ടോൺസ് എക്സൈറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ എക്സൈറ്റോൺസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഹോമോയിൽ നിന്ന് ലൂമോയിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു. അതിനെ എന്തുകൊണ്ട് എക്സൈറ്റോൺ എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ബിക്കോസ് the electron and hole pair will be always electrostatically coupled with each other. So that's why it's known as an exciton. Okay. സോ പിന്നെ ഒരു തെർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. തെർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ, as I said, if you wanted to absorb a photon, incoming photon, then the energy of the incoming photon has to be equal to the gap between HOMO and LUMO, or it has to be greater than the gap between HOMO and LUMO. So if it is greater, what will happen? If it is greater, what will happen? The electron which is lying over the HOMO will jump into a level which is higher than that of a LUMO level. LUMO ലെവലിനേക്കാളും കൂടുതലുള്ള ഒരു ലെവലിലേക്ക് അത് ജമ്പ് ചെയ്യും. ആൻഡ് ദെൻ ഇറ്റ് വിൽ റിലാക്സ് ബാക്ക് ടു LUMO. കാരണം എന്താണ്, ഒരു ഹയർ എനർജി ലെവലിലേക്ക് നിൽക്കുന്നേക്കാളും electrons always prefer to come to a lower energy level. അപ്പോൾ always we have a lower energy level which is available, that is LUMO. So even though the electron is jumping into a higher energy level than LUMO by absorbing a higher energy photon, it will thermalize back into the LUMO level. അത് LUMO ലെവലിലേക്ക് thermalize ചെയ്യും. അത് ലോ എനർജി ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി അതൊരു തെർമൽ എനർജി ആയിട്ട് അത് റിലീസ് ചെയ്തോളും. അതാണ് തെർമലൈസേഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് ആയിട്ട് അത് റിലീസ് ചെയ്തോളും. സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ദെൻ എക്സിറ്റോൺ ജനറേറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഉണ്ടായിട്ടുള്ള എക്സിറ്റോണിനെ എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഡിഫ്യൂഷൻ ഓഫ് ദി എക്സിറ്റോൺ ടു എ ഡോണർ ആൻഡ് അക്സെപ്റ്റർ ഇന്റർഫേസ്. അതായത് ഡോണർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുന്ന ഒരു സാധനം, അതാണ് ഡോണർ എന്ന് പറയുന്നത്. അക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വാങ്ങുന്ന, അതായത് ഹോള് വാങ്ങുന്ന ഇതാണ് ഇലക്ട്രോൺ വാങ്ങുന്നതാണ് അക്സെപ്റ്റർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ as I said,
organic molecule can be of different type. അതായത് it can be a dye, it can be a polymer, or it can be a donor acceptor kind of system. Donor acceptor kind of system എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ, അതേപോലെ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് വിൽ ഓൾവേസ് ഗോ ഫ്രം എ ഡോണർ ടു അക്സെപ്റ്റർ. സോ ആ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ മോളിക്യൂൾസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ we can always drive the electron which is produced after absorbing photons into the acceptor layer. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഡിഫ്യൂഷൻ ഓഫ് എക്സൈറ്റോൺസ് എന്ന് പറയുന്നത്, ടു എ ഡോണർ ആൻഡ് അക്സെപ്റ്റർ ഇന്റർഫേസ്. പിന്നെ നമ്മളുടെ ഡിസോസിയേഷൻ ഓഫ് ദ എക്സൈറ്റോൺസ് അക്രോസ് ദിസ് ഇന്റർഫേസ്. അപ്പോൾ അതായത് വൺസ് ഇറ്റ് ഡിഫ്യൂസസ് ടു ഡിഫറെൻറ്റ് എൻസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് ആയി അത് പിന്നീട് റീകോമ്പിനേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഫുള്ളി അത് ഡിസോസിയേറ്റ് ചെയ്യണം ഈ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയർ. പിന്നീട് ആ സർക്യൂട്ട് അതായത് രണ്ട് എൻസിലും വി വിൽ ഹാവ് ദ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ്. ആ ഇലക്ട്രോഡ്സ് വഴി നമ്മളുടെ ചാർജ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അബ്സോർബ് ചെയ്ത ഫോട്ടോൺസിന് എന്താണ് സക്സസ്ഫുള്ളി നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സോ ഇത്രയാണ് നമ്മളുടെ ഓർഗാനിക് ഫോട്ടോവോൾട്ടൈക് സെല്ലിൽ ബേസിക് ആയിട്ട് പറയാനായിട്ടുള്ളത്. എന്താണ് ഡിഫറൻസ്, എങ്ങനെയാണ് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതായത് നമ്മളുടെ ഓർഗാനിക് ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആകാം, അല്ലെങ്കിൽ ഒരു പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആകാം. പിന്നെ വേറൊന്ന് വരുന്നതാണ് ഒരു ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്ന് പറയുന്നത്. അത് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് വേറൊരു ടൈപ്പ് ഓഫ് സോളാർ സെല്ലാണ്. അതിൻ്റെ എന്താണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് കമ്പയർഡ് ടു എ പോളിമർ ബേസ്ഡ് ഓർ എനി ഡോണർ അക്സെപ്റ്റർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള സോളാർ സെൽസിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കുള്ളൂ നമ്മൾ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് വരുന്നത്. ഓക്കെ, സോ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. അതായത് ഒരു ഡൈ മോളിക്യൂൾ ആയിരിക്കും. അതായത് ഒരു ഡൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കളേർഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് അതായിരിക്കുള്ളൂ നമ്മളുടെ എന്താണ് ആക്റ്റീവ് ലെയർ ആയിട്ട് വരുന്നത്. സോ ഓർഗാനിക് ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് മോളിക്യൂൾ ഉണ്ട്, അതിൽ തന്നെ ഒരു സ്പെസിഫിക് ക്ലാസ് ആണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽ എന്ന് പറയുന്നത്. അതായത് വാട്ട് എവർ മോളിക്യൂൾ ദാറ്റ് വി ആർ യൂസിങ് ഇൻ എ സോളാർ സെൽ വിൽ ബി എ ഡൈ മോളിക്യൂൾ. ഒരു ഡൈ മോളിക്യൂൾ ആയിരിക്കുള്ളൂ നമ്മളുടെ സോളാർ സെൽസിൽ ഉണ്ടാവുക. ഓക്കെ, സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെല്ലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. സോ അതായത് രണ്ട് ഇലക്ട്രോഡ് ഉണ്ടാകും, ഓൾവേസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്റ്റിംഗ് ഇലക്ട്രോഡ് ഉണ്ടാകും. പിന്നെ ഒരു ഇലക്ട്രോഡിൽ എന്താണ് ഒരു ഏതെങ്കിലും ഒരു നാനോ പാർട്ടിക്കിൾ കോട്ട് ചെയ്തിട്ടുണ്ടാകും. ഒരു ടൈറ്റാനിയം ഓക്സൈഡോ സിങ്ക് ഓക്സൈഡോ പോലുള്ള നാനോ പാർട്ടിക്കിൾ ഉണ്ടാകും. And then above that it will be coated with the photosensitizer which is our dye molecule. And also ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ബേസിക് കമ്പോണൻസ് ഓഫ് എ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽ. ഒരു ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്ന് ചോദിച്ചാൽ നമുക്കുള്ളത് ഒരു കൗണ്ടർ ഇലക്ട്രോഡ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ്, അത് രണ്ട് എൻഡ്സിലുണ്ടാകും. ആൻഡ് ഇൻ വൺ എൻഡ് വി വിൽ ഹാവ് ഒരു നാനോ പാർട്ടിക്കിൾ, ഒരു വൈഡ് ബാൻഡ് ഗ്യാപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാകും ആ ഇലക്ട്രോഡിൽ. ആൻഡ് എബവ് ദാറ്റ് വി വിൽ ഹാവ് ദ ആക്റ്റീവ് ലെയർ വിച്ച് ഈസ് ഡൈ മോളിക്യൂൾ. ആൻഡ് ദെൻ ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി an appropriate electrolyte. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ കമ്പോണൻസിൻ്റെയും ഫങ്ഷൻ, ഈ ഓരോ കമ്പോണൻസും എങ്ങനെയാണ് നമ്മളുടെ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്ന് നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. സോ ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇത് മനസ്സിലായോ എന്താണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്നുള്ളത്? ഓക്കെ, അപ്പോൾ
as I said, in dye sensitized solar cell active layer എന്തായിരിക്കുള്ളൂ, ഈ ഒരു റെഡ് ഡോട്ടിൽ കാണുന്ന ഡൈ മോളിക്യൂൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആക്റ്റീവ് ലെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം മനസ്സിൽ വരേണ്ടത്, ആ മോളിക്യൂൾസ് ആയിരിക്കണം നമ്മളെ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കുന്നത്. പിന്നെ ഓൾ അതർ കമ്പോണൻസ് വിൽ ബി ഹെൽപ്പിംഗ് ഫോർ ദിസ് ചാർജ് ട്രാൻസ്പോർട്ട്. അതായത് ഇവിടെ ഈ ഒരു ലെയറിൽ ഉണ്ടായിട്ടുള്ള ഈ ലെയറാണ് ആക്റ്റീവ് ലെയർ എന്ന് ഞാൻ പറഞ്ഞു, വിച്ച് വിൽ ബി ദ ഡൈ മോളിക്യൂൾ. ആ ആക്റ്റീവ് ലെയറിൽ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയറിനെ ഇലക്ട്രോൺസിന് ഒരു ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യണം ആൻഡ് ഹോൾസ് അടുത്ത ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് സഹായിക്കുന്ന കമ്പോണൻസ് ആണ് ഈ ടൈറ്റാനിയം ഓക്സൈഡ് പോലുള്ള നാനോ പാർട്ടിക്കിളും ഈ ഇലക്ട്രോഡും, അതേപോലെ ഇവിടെ ഇൻ ബിറ്റ്വീൻ കാണുന്ന ഇലക്ട്രോലൈറ്റും ഈ ഒരു ചാർജ് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡിഫറെൻറ്റ് പാർട്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. We will have two different electrodes on both ends, and then there will be a nanostructured photoelectrode. അത് ടൈറ്റാനിയം ഓക്സൈഡ് ആകാം അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് ആകാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യേണ്ടത് നമ്മളുടെ ഡൈ മോളിക്യൂളാണ്. ഓക്കെ, അതല്ലാതെ വേറൊരു പാർട്സും ആ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ എല്ലാം വരുന്ന ഫോട്ടോൺസ് നമ്മളുടെ എന്താണ് ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ബാക്കിയുള്ള ആക്റ്റീവ് അല്ലാത്ത മെറ്റീരിയൽസ് ആവാൻ പാടില്ല ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ TiO2 അതേപോലെ സിങ്ക് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് ആ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡ് ആയിരിക്കണം. അതിന് ഫോട്ടോൺ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാകാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നമ്മളുടെ ഫോട്ടോസെൻസിറ്റൈസർ എന്ന് പറഞ്ഞാൽ ദ ഡൈ മോളിക്യൂൾ വിച്ച് ഇസ് കോട്ടഡ് ഓവർ ദി ഫോട്ടോ ഇലക്ട്രോഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മളുടെ ടൈറ്റാനിയം ഓക്സൈഡും അതേപോലെ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടർ ഇലക്ട്രോഡ്സ് പറഞ്ഞു, പിന്നെ അതിൽ കോട്ട് ചെയ്തിട്ടുള്ള ടൈറ്റാനിയം ഓക്സൈഡ് പറഞ്ഞു വിച്ച് ഈസ് ആക്ടിങ് ആസ് എ ഫോട്ടോ ഇലക്ട്രോഡ്, ആൻഡ് ദെൻ ഫോട്ടോസെൻസിറ്റൈസർ വിച്ച് ഇസ് കോട്ടഡ് ഓവർ ദി ഫോട്ടോ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇത് ഈ സ്ലൈഡിൽ കാണുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈസ് ആണ്. അപ്പോൾ ഡൈ മോളിക്യൂളിൻ്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു റുഥീനിയം ബേസ്ഡ് ആയിട്ടുള്ള റുഥീനിയം ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. റുഥീനിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡൈ മോളിക്യൂളാണ്. അതിൽ എന്താണ് ഇപ്പോൾ 4 ലിഗാൻഡ്സ് ആണ് ഉള്ളത്. അതിൽ എന്താണ് ബൈപിരിഡിൻ ബേസ്ഡ് ആയിട്ടുള്ള 2 ലൈഗാൻഡും അതേപോലെ തന്നെ NCS ലൈഗാൻഡുമാണ് നമ്മളുടെ ഈ ഒരു N3 ഡൈയിലുള്ളത്. പിന്നെ ഈ ഡൈൻ്റെ ഇവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ കാർബോക്സിലിക് ആസിഡിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു വേറൊരു ഡൈ ആയി. ഇതും ഒരു റുഥീനിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്, ഡൈ ആണ്. അതേപോലെ ദിസ് ഇസ് അനദർ ഡൈ. സോ ഈ ഡൈസ് ആയിരിക്കുള്ളൂ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്തു നമ്മളുടെ ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യം. അതായത് നമ്മളുടെ ആക്റ്റീവ് ലെയറിൻ്റെയും വൺ ഓഫ് ദ ഇലക്ട്രോഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ദർ വാസ് എൻ ഇലക്ട്രോലൈറ്റ്. സോ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അയോണിക് സൊല്യൂഷൻ ആണ്. സോ നമ്മൾ എന്തിനാണ് ആ ഒരു ഇലക്ട്രോലൈറ്റ് അവിടെ എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഈ ഇലക്ട്രോലൈറ്റിൽ നടക്കുന്ന റിഡോക്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിൽ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാകും, അയോണിക് കമ്പോണൻസ് ഉണ്ടാകും. ആ അയോണിക് കമ്പോണൻസിൻ്റെ റിഡക്ഷനും ഓക്സിഡേഷനും, അതായത് ആ അയോണിക് കമ്പോണൻറ്റ് വഴിയായിരിക്കും നമ്മളുടെ ചാർജ് ഒരു നമ്മളുടെ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് അനദർ ഇലക്ട്രോഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു പോകുന്നത്. അല്ലാതെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയറിനെ ഒരു ഫുൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് വിത്തൗട്ട് ദിസ് ഇലക്ട്രോലൈറ്റ് നമുക്ക് പറ്റത്തില്ല. അത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇലക്ട്രോഡ് ഉണ്ട്, അതേപോലെ ദർ ഇസ് അനദർ ഇലക്ട്രോഡ് ഹിയർ, ആൻഡ് ദെൻ ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മളുടെ ഫോട്ടോ ഇലക്ട്രോഡ് വിച്ച് ഇസ് TiO2. ഇനി പർപ്പിൾ കളറിൽ കാണുന്നതാണ് നമ്മളുടെ ഡൈ എന്ന് പറയുന്നത്.
ഓക്കെ. സോ അപ്പോൾ ഫോട്ടോൺ വരുന്നു, ഈ ഡൈ മോളിക്യൂൾസ് അത് അബ്സോർബ് ചെയ്യുന്നു, ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഡൈ മോളിക്യൂളിൽ എന്തുണ്ട്, ഒരു ഹോമോ ഉണ്ട്, ഒരു ലൂമോ ഉണ്ട്. ആൻഡ് ഫ്രം ഹോമോ ടു ലൂമോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. സോ വിൽ ഗെറ്റ് എൻ എക്സിറ്റോൺ ബിക്കോസ് ഇറ്റ് വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക്കലി കപ്പിൾഡ്. ബട്ട് നമ്മളുടെ ആ ഡൈ എന്ന് പറയുന്നത് കോട്ട് ചെയ്തിട്ടുള്ളത് ഏതിലാണ്, ഒരു ഫോട്ടോ ഇലക്ട്രോഡിലാണ്. സോ ഫോട്ടോ ഇലക്ട്രോഡിൽ എന്താണ്, ദർ വിൽ ബി എന്താണ് എനർജി ലെവൽസ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ഓർഡർ ടു ക്യാരി ദ ഇലക്ട്രോൺ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചിരുന്നു, പ്രൊഡ്യൂസ് ചെയ്ത ലൂമോന്റെ തൊട്ടടുത്തൊരു ലെയർ ഉണ്ട് വിച്ച് ഈസ് ഹാവിങ് അനദർ ലെയർ വിച്ച് ക്യാൻ അക്സെപ്റ്റ് ദ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് ആ ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇലക്ട്രോൺസ് ഈ TiO2 പോകും. TiO2 എന്തായിട്ട് അറ്റാച്ച്ഡ് ആണ്, നമ്മുടെ ഇലക്ട്രോഡായിട്ട് അറ്റാച്ച്ഡ് ആണ്. സോ ആ ഇലക്ട്രോണ് ഈ ഇലക്ട്രോഡ് വഴി ഈ ഇങ്ങനെ ഈ ഒരു വഴി പോയിട്ട് എവിടെ എത്തും, അടുത്ത ഇലക്ട്രോഡിലെത്തും. ഓക്കെ. സോ ഇനി സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇത്രയും സ്പേസ് ബാക്കിയില്ലേ, അവിടെയാണ് നമ്മളുടെ ഈ ഒരു ഇലക്ട്രോലൈറ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോഡിൽ വന്ന് ഇലക്ട്രോലൈറ്റിലേക്ക് പോകണം. സോ ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രോൺസ് എങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോലൈറ്റിൽ ദർ ഷുഡ് ബി സം സ്പീഷ്യസ് വിച്ച് ക്യാൻ ബി ഗെറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കമ്പോണന്റ് നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ വേണം. സോ ദ കമ്പോണന്റ് വിച്ച് വി ഹാവ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ഇസ് I3- I-. ഓക്കെ. സോ ഈ I3- ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, I3-. സോ വൺസ് ഇറ്റ് അബ്സോർബ് ആൻ ഇലക്ട്രോൺ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു I-. അത് I- ആയിട്ട് മാറും. ഓക്കെ. സോ ബേസിക്കലി അത് I- ആയിട്ട് മാറിയാൽ ഈ I- ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് നേരെ എന്തിലേക്ക് പോകാൻ പറ്റും, നമ്മളുടെ ഡൈ മോളിക്യൂളിലേക്ക് പോകാനായിട്ട് പറ്റും. സോ അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ. സോ ഡൈ മോളിക്യൂളിൽ ഹോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഹോൾസ് ആ ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. സോ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെല്ല് നമ്മൾ പറഞ്ഞു. ഒരു വർക്കിംഗ് ഇലക്ട്രോഡും ഒരു കൗണ്ടർ ഇലക്ട്രോഡും ഉണ്ടാകും. അതേപോലെ വി ഹാവ് ടൈറ്റാനിയം ഓക്സൈഡ് വിച്ച് ഇസ് കോട്ടഡ് ഓവർ ദ വർക്കിംഗ് ഇലക്ട്രോഡ്. അതേപോലെ അതിൻ്റെ മുകളിലായിരിക്കുള്ളൂ നമ്മളുടെ ഫോട്ടോ സെൻസിറ്റൈസർ കോട്ട് ചെയ്തിട്ടുണ്ടാവുക വിച്ച് ഈസ് ബേസിക്കലി ദ ഡൈ മോളിക്യൂൾ. ഓക്കെ. ഇനി ഫോട്ടോൺസ് അബ്സോർബ് ചെയ്തിട്ട് അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നു. സോ വി ഹാവ് ദിസ് TiO2 ലെയർ വിച്ച് വിൽ ആക്ട് ആസ് എൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ. So whatever electrons which is produced will be transferred to the TiO2, then to the working electrode. So the electron will go through this way and then will reach the counter electrode. Okay. ഇനി കൗണ്ടർ ഇലക്ട്രോഡിൽ നിന്ന് ഇത്രയും ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് what will help is the electrolyte which is present over there. So in electrolyte we have I3- ഉം I- ഉണ്ട്. സോ I3- ബേസിക്കലി ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ I3- എന്ന് പറയുന്നത് ബേസിക്കലി ഓക്സിഡൈസ്ഡ് സ്പീഷീസ് ആണ്. ഒരു ഓക്സിഡൈസ്ഡ് സ്പീഷീസിന് മാത്രമേ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവിടെ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ വേണം. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആരാ, I3- ആണ്. ഈ I3- ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇറ്റ് വിൽ കൺവേർട്ട് ടു I-. ഈ I- ഇവിടേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ട് ഈ ഡൈ ആയിട്ട് വീണ്ടും കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഇലക്ട്രോൺസിനെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും. I- ഇലക്ട്രോൺസിനെ ഡൈ മോളിക്യൂളിലേക്ക് കൊടുക്കുന്നു ആൻഡ് ദെൻ ഇറ്റ് വിൽ റീജനറേറ്റ് ദിസ് I3- ബാക്ക്. അപ്പോൾ ഈ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ നമ്മളുടെ എന്താണ് വന്ന ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഫോട്ടോൺസിനെ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് എന്ത് ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടില്ല. വെൻ ഐ സെൻഡ് യു ദ സ്ലൈഡ്സ് ഐ വിൽ ഇൻക്ലൂഡ് ദാറ്റ് ഓൾസോ. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്.
സ്പീഡിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയും ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത് എന്താന്ന് വെച്ചാൽ എന്താണ് ഓർഗാനിക് ഫോട്ടോവോൾട്ടായിക് സെൽ. സോ ഡിഫറൻസ് കമ്പയർ ടു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്റ്റീവ് ലെയർ, ഫോട്ടോൺസ് അബ്സോർബ് ചെയ്യുന്ന ലെയർ ഒരു ഓർഗാനിക് മോളിക്യൂൾ ആയിരിക്കുള്ളൂ. അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ഹോമോ എന്താണ് ലൂമോ. സോ അവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഒരു എനർജി ബാൻഡ്സിന് പകരം ഇവിടെ ഹോമോ ലൂമോയിലായിരിക്കുള്ളൂ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നത്, ആൻഡ് ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക്കലി കപ്പിൾഡ് വിത്ത് ഈച്ച് അതർ. സോ ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് എക്സൈറ്റോൺസ്. ഓക്കെ, എക്സൈറ്റോൺസ് എന്ന് പറയും. ഇനി ഈ എക്സൈറ്റോൺസിനെ സെപ്പറേറ്റ് ചെയ്യണം. സോ വി വിൽ ഓൾവേസ് ഹാവ് എ ലെയർ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദ മോളിക്യൂൾ ലെവൽ in order to transfer the charges which are produced after absorbing the photons. ഇനി അതിൻ്റെ മേജർ സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. എക്സൈറ്റോൺ ഉണ്ടാകുന്നു, അത് ഡിഫ്യൂസ് ചെയ്യുന്നു, പിന്നെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നേരെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. ഇനി ഈ ഓർഗാനിക് ഫോട്ടോവോൾട്ടായിക് സെല്ലിൽ തന്നെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആണ് ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെല്ലിൽ നമ്മളുടെ ഓർഗാനിക് പാർട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ ഡൈമോളിക്യൂൾ ആയിരിക്കുള്ളൂ. ഇനി അതിൻ്റെ മേജർ ഡിഫറെൻറ്റ് പാർട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഒരു വർക്കിംഗ് ഇലക്ട്രോഡ്, കൗണ്ടർ ഇലക്ട്രോഡ്, ആൻഡ് ദെൻ വി ഹാവ് എ ഫോട്ടോ ഇലക്ട്രോഡ് വിച്ച് ഇസ് TiO2. പിന്നെ അതിൻ്റെ മുകളിലായിരിക്കുള്ളൂ നമ്മളുടെ ആക്റ്റീവ് ലെയർ കോട്ട് ചെയ്തിട്ടുള്ളത്, ആൻഡ് ദെൻ വി വിൽ ഹാവ് എ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ ഓഫ് ഡൈ യൂസ് ചെയ്യുന്ന N3 ഡൈ, N319, N719 ഡൈ, പിന്നെ ഒരു ബ്ലാക്ക് ഡൈ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ സോളാർ സെൽ എന്ന് പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് ഹൗ the circuit will be completed with the help of all these components which we have discussed. Okay, so two electrodes ഉണ്ട്, ആൻഡ് ഡൈ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇലക്ട്രോൺസ് TiO2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഇവിടെ എത്തിയാൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സോ ഇലക്ട്രോലൈറ്റിൽ I3- ഉണ്ട്. I3- ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാം, വിൽ കൺവേർട്ട് ഇൻ ടു I-, ആൻഡ് ദെൻ ദിസ് I- വിൽ ബി ഓക്സിഡൈസ്ഡ് to give the electron back to the molecule, and then will regenerate the I3-. Okay, so ഇതാണ് basic principle of dye-sensitized solar cell എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. ഇന്ന് ഞാൻ ഇത്രയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നാളെ ബൾക്ക് ഹെറ്റോ ജംഗ്ഷൻ സോളാർ സെല്ലും പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസും കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മൊഡ്യൂള് തീരും. പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു ക്ലാസ്സും കൂടി എക്സ്ട്രാ എടുക്കും. കാരണം കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ ചില പോർഷൻസ് വിട്ടിരുന്നു. അതായത് ഓരോ ടോപ്പിക്കിലും ഫുൾ ഡീറ്റെയിൽസ്ഡ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ചുമ്മാ എടുത്ത എല്ലാ ടോപ്പിക്കും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ചെറിയ കുറച്ച് ടേംസ് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയാൽ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ആവും. ഇന്നടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ.